ഇന്ന് നമുക്ക് മോൾസിനെ പറ്റി പഠിക്കാം. മോൾസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണല്ലേ. അപ്പോൾ ഒന്നുമില്ല, മോൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് പറയാം, ഒരു ഡസൺ കുക്കീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 കുക്കീസാണ്. നമുക്കറിയാം ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ 12ആണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ പറയുകയാണ് കോഹ്ലി സെഞ്ചുറി അടിച്ചു. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 സെഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 റൺസാണ്. ഒരു സെഞ്ചുറി റൺസ് എന്ന് പറഞ്ഞാൽ 100 റൺസാണ്. അതുപോലെ ഒരു സെഞ്ചുറി ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 100 വർഷങ്ങളാണ്. അതുപോലെ ഒരു ഡസൺ കുക്കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡസൺ വള, അല്ലെങ്കിൽ ഒരു ഡസൺ കാറ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 12 കാറ് എന്നാണ്. അതുപോലെ ഒരു നമ്പറാണ് ഈ മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ ഓഫ് കുക്കീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു നമ്പറുണ്ട്, 6.02 × 10⁻23 കുക്കീസ്. അപ്പോൾ ഇത്രയും ഒരു 6ഉം ഒരു 23 സീറോസും കൂടി ഉണ്ടാവും. അത്രയും വലിയൊരു നമ്പറാണെന്ന് മാത്രം. അപ്പം അത്രയും വലിയ നമ്പറിനെ നമുക്ക് അങ്ങനെ ഈ 6022000 അങ്ങനെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെ സയൻറ്റിഫിക് നൊട്ടേഷൻ ആക്കിയിട്ട് എഴുതുന്നു എന്ന് മാത്രം. അപ്പോൾ 6.02 × 10⁻23 എന്നെയാണ് നമ്മൾ ഒരു മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കുക, ഒരു ഡസൻ കാറ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും 12 കാറ്. അപ്പോൾ ഒരു മോൾ ഓഫ് കാറ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6.02 × 10⁻23 കാർ. അപ്പോൾ അത്രയും കാറുകളുണ്ടെങ്കിൽ നമ്മൾ ഒരു മോൾ കാറ് എന്ന് പറയും. ഒരു ഡസൻ കാർ എന്ന് പറഞ്ഞാൽ 12 കാർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ ഒരു മോൾ, ഒരു 100 രൂപയുടെ നോട്ട്, 100 രൂപയുടെ നോട്ട് എടുത്തിട്ട് നമ്മൾ ഒരു മോൾ 100 രൂപയുടെ നോട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര നോട്ടുണ്ടാവും? 100 രൂപയുടെ നോട്ടുണ്ടാവും. ഈ 6.02 × 10⁻23 100 രൂപയുടെ നോട്ടുണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ നോട്ട് നമ്മൾ അടുക്കി വെക്കുകയാണെങ്കിൽ ഇവിടെ ഭൂമിയിൽ നിന്ന് പ്ലൂട്ടോ വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള അത്രയും ഹൈറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ചെറുനാരങ്ങ, ഒരു മോൾ ചെറുനാരങ്ങ എടുക്കുകയാണെങ്കിൽ ഇത്രയും ചെറുനാരങ്ങ ഉണ്ടാവില്ല. അത്രയും ചെറുനാരങ്ങ നമ്മൾ കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ ഭൂമിയിനേക്കാളും വലിപ്പം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രക്കും വലിയ നമ്പറാണ് ഈ ഒരു മോള് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ നമ്പറിനെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മളെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് അത്രയും ചെറുതായിരിക്കും. അത് ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ ഒരു ഡസൺ അലുമിനിയം ആറ്റം എന്ന് പറഞ്ഞാൽ 12 അലുമിനിയം ആറ്റമാണ്. അപ്പോൾ ഒരു മോൾ അലുമിനിയം ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? 6.02 × 10⁻23. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ആറ്റംസിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ, ഇപ്പോൾ അലുമിനിയം ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആറ്റംസ് ഒന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കൂടി പറ്റില്ല. അപ്പോൾ അത്രയും ചെറിയ ടൈനി പാർട്ടിക്കിൾസിൻ്റെ കേസ് വരുമ്പോഴാണ് നമുക്ക് ഇത്രയും വലിയ നമ്പേഴ്സ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ 1 മോൾ ഓഫ് അലുമിനിയം ആറ്റംസ് എന്ന് പറഞ്ഞാൽ 6.02 × 10⁻23 ആറ്റം. 1 മോൾ ഓഫ് എന്തും 6.02 × 10⁻23 ആണ്. ഇപ്പോൾ 1 മോൾ ഓഫ് കാർബൺ ആണെങ്കിലോ, 1 മോൾ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിലോ, 1 മോൾ ഓഫ് ഏത് എലമെൻറ്റ്സ് ആണെങ്കിലും നമ്മൾ അത്രയും ഇപ്പോൾ 1 മോൾ ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റത്തിനെ നമ്മൾ എണ്ണുകയാണ്. അങ്ങനെ എണ്ണിയിട്ട് ഇത്രയും ആവുമ്പം നമുക്കതിനെന്ത് പറയാൻ പറ്റും? അതിന് 1 മോൾ എന്ന് പറയാൻ പറ്റും. നമ്മൾ ഇപ്പോൾ പറഞ്ഞത് തന്നെ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസാണ് ഒരു മോളിൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ പറയും അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ മാറിപ്പോകണ്ട. കാരണം വെച്ചാൽ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ 6.022 × 10⁻23 നമ്മൾ അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ NA എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സെയിമാണ്. അപ്പോൾ അവഗാഡ്രോ നമ്പർ എന്താ വെച്ചാൽ ഇതെപ്പോഴും പറയാൻ ബുദ്ധിമുട്ടല്ലേ, 6.022 × 10⁻23. അതിനേക്കാളും ജസ്റ്റ് നമ്മൾ പറയുകയാണ് NA അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ പറയേണ്ട ആവശ്യം, നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ അവഗാഡ്രോ എന്ന് പറയുന്ന ആളാണ് ഈ മോൾസിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റിനെ പറ്റിയുള്ള ഐഡിയ ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങേർക്കുള്ള ഒരു നമ്മൾ ആദരസൂചകമായിട്ടാണ് നമ്മൾ ഈ മോൾസിൻ്റെ എണ്ണത്തിന് നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇത് 1 മോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ട് എന്ന് പറയും. നമ്മളിവിടെ ഇപ്പോൾ 3 പൂജ്യമാണ് നമ്മൾ 1000 എന്ന് പറയും. പിന്നെ നമ്മൾ പറയും 10 ലക്ഷമാണ് മില്യൺ എന്ന് പറയും. ഇനി 100 കോടിയാണ് നമ്മൾ 1 ബില്യൺ എന്ന് പറയും. പിന്നെ ട്രില്യൺ എന്ന് പറയും, ക്വാഡ്രില്യൺ എന്ന് പറയും. അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഹെക്സിലിയൺ എന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ നമുക്ക് എണ്ണാൻ കൂടി പറ്റാത്തത്രക്കും എമൗണ്ടാണ്. നമുക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അത്രക്കും
വലിയ എമൗണ്ടിനെ നമ്മൾ പറയുമ്പോൾ അത്രയും ടൈനി കാര്യങ്ങളാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾ ആറ്റംസിൻ്റെയും മോളിക്യൂൾസിനെയൊക്കെ നമ്മൾ മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോൾ സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു മോൾ കാർബൺ എടുത്തു, നമ്മൾ കരിയില്ലേ, കരി, അതാണ് ഈ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോൾ കാർബൺ എടുത്തിട്ട് അതിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് എണ്ണി നോക്കിയാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺസ് ഉണ്ടാവും. അതായത് 6.022 × 10⁻23. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഇതാണ് ഇഷ്ടമെങ്കിൽ ഇത് പറയാം, ഇനി അവഗാഡ്രോ നമ്പറാണ് ഇഷ്ടമെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മളൊരു സെൻറ്റൻസ് ആക്കി പറയുകയാണെങ്കിൽ ഒരു മോൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ടാവും. എ മോൾ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻസ് 6.02 × 10⁻23 പാർട്ടിക്കിൾസ്. അതേപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ. അപ്പോൾ നമ്മൾ ഒരു മോൾ കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ടാവും. സെയിം അല്ലേ? അതുപോലെ ഒരു മോൾ H2O, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മോളിക്യൂളാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മോളും മോളിക്യൂളും ഒന്നല്ല, അതൊരിക്കലും ഒന്നല്ല. മോൾ എന്ന് പറയുന്നത് നമ്പറാണ്, മോളിക്യൂൾ എന്ന് പറയുന്നത് രണ്ട് ആറ്റംസോ അല്ല രണ്ടോ അധികമോ ആറ്റംസോ കൂടി ചേർന്നിട്ടുണ്ടാകുന്ന സംയുക്തത്തിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പം മോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് നമ്മൾ സാധനം ഉണ്ട് എന്ന് പറയുന്നത് ഇതിനെയാണ് മോൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ മോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ 1 മോൾ ഓഫ് വാട്ടർ അല്ല 1 മോൾ ഓഫ് H2O എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 6.02 × 10⁻23 H2O മോളിക്യൂൾ. അപ്പോൾ ഇനി അതിൽ എത്ര മോൾ ഹൈഡ്രജൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര മോൾ ഓക്സിജൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കാറുണ്ട്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാം. പക്ഷേ ഒരു മോൾ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ 6.02 × 10⁻23 വാട്ടർ മോളിക്യൂളുണ്ട്. പക്ഷേ അതിലെ മോൾസ് ഓഫ് ഹൈഡ്രജനും ഓക്സിജനും ഡിഫറൻസ് ആയിരിക്കും. പക്ഷേ എന്ത് സാധനം എടുത്തിട്ട് ഒരു മോൾ വാട്ടർ എത്ര ഉണ്ട് ചോദിച്ചാൽ ഇത്രയും വാട്ടർ മോളിക്യൂൾ അതിലുണ്ട്. അതുപോലെ ഒരു മോൾ സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ അതിൽ അത്ര സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്യൂളാണെങ്കിൽ ഇതുപോലെ 6.02 × 10⁻23 സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ എന്താണ് മോളാർ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് 1 മോൾ ഇൻ ഗ്രാംസ്. നമ്മൾ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മോൾ കാർബൺ എടുത്തു, അതായത് ഒരു മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ 0.022 × 10⁻23. എന്നിട്ട് ഇത്രയും എണ്ണം നമ്മൾ കാർബൺ എടുത്തിട്ട് എണ്ണിയിട്ട് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് വെയിറ്റ് എടുത്താൽ എത്ര കിട്ടും? അതിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. എത്ര ഗ്രാം ഉണ്ടാവും എന്ന് പറയുന്നതാണ് ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എടുത്തിങ്ങനെ വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാ എലമെൻസിൻ്റെ മോളിക്കുലാർ മാസും നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ കിട്ടും. അപ്പോൾ ഈ മോളാർ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ആവറേജ് ആറ്റോമിക് മാസ്. സോ നമ്മൾ പീരിയോഡിക് ടേബിളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എലമെൻസിൻ്റെ ആറ്റോമിക് മാസും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും മാസ് ആണ്, ആ ആറ്റോമിക് മാസാണ് അതിൻ്റെ മോൾ എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കാർബൺ എടുത്ത് നോക്കുക, പീരിയോഡിക് ടേബിൾ കാർബൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാർബണിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ നമ്മൾ 12 ഗ്രാം കാർബൺ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് 1 മോൾ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാവും. അതായത് പീരിയോഡിക് ടേബിളിൽ പോയിട്ട് നമ്മൾ ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസ് നോക്കുക. അത്രയും ആറ്റോമിക് മാസ് നമ്മളൊരു ചെറിയൊരു ഇതെടുത്തിട്ട് അതിൽ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1 മോൾ ഓഫ് ആ ആറ്റം കിട്ടിയത്. അപ്പോൾ 1 മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ അത് 12 ഗ്രാമാണ്. കാരണം എന്താ? കാർബണിൻ്റെ ആറ്റോമിക മാസ് 12 ആണ്. അതുപോലെ 1 മോൾ ഓഫ് മെഗ്നീഷ്യം ആറ്റം. അപ്പോൾ നേരെ പീരിയോഡിക് ടേബിളിൽ പോവുക, മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് മാസ് നോക്കുക. അപ്പോൾ നമുക്ക് അവിടെ കാണാം 24.3 എന്ന്. അപ്പോൾ ഈ 24.3 ഗ്രാം മെഗ്നീഷ്യം നമ്മൾ ഒരു ചെറിയൊരു പാത്രത്തിലെടുത്തു അല്ലെങ്കിൽ ഒരു വെസലിലെടുത്തു. അപ്പോൾ നമുക്ക് പറയാം എൻ്റെ കയ്യിൽ 1 മോൾ ഓഫ് മെഗ്നീഷ്യം ആറ്റംസ് ഉണ്ട് എന്ന്. അതുപോലെ
കോപ്പറിൻ്റെ പൊടി കൊണ്ടുപോയി കോപ്പർ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് എടുക്കുകയാണ് 63.5. ഈ 63.5 ഗ്രാം കോപ്പർ എടുത്തിട്ട് ഒരു മാറ്റി വെച്ചാൽ നമുക്ക് പറയാം എൻ്റെ കയ്യിൽ 1 മോൾ കോപ്പർ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നത് എവിടെയെന്ന് വെച്ചാൽ ജസ്റ്റ് പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഓരോന്നിൻ്റെ ആറ്റോമിക് മാസ് നോക്കാം. ഇപ്പോൾ അതുപോലെ 1 മോൾ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഗ്രാം എടുത്തിട്ട് 1 ഗ്രാം ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പറ്റും അതിന് 1 മോൾ ഹൈഡ്രജൻ ഉണ്ട്, അത് ഹൈഡ്രജൻ ആറ്റം. അതുപോലെ എല്ലാ എലിമെൻസും അതുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. മോളാർ മാസ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് കോമ്പൗണ്ട്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു 12 ഗ്രാം കാർബൺ എടുക്കുകയാണെങ്കിൽ 1 മോൾ ഉണ്ടാവും, കാരണം കാർബണിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. അതേ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ അതിൻ്റെ 12 ഗ്രാം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 12 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പോൾ 12 ഗ്രാം എടുത്താൽ അത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവില്ലല്ലോ. കാരണം എന്താ? അതിൻ്റെ ഓക്സിജൻ്റെ ആറ്റോമിക് മാസും കാർബണിൻ്റെ ആറ്റോമിക് മാസും എല്ലാം തമ്മിൽ കൂട്ടിയിട്ട് ഒരു മാസ് കിട്ടണം. അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ 1 മോൾ ഓഫ് കാൽസ്യം ക്ലോറൈഡ്, ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. അപ്പോൾ 1 മോൾ ഓഫ് കാൽസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ 111.1 ഗ്രാം പെർ മോൾ എന്ന് കിട്ടി. അതെങ്ങനെയാണ് 111.1 എന്ന് കിട്ടുന്നത്? 1 മോൾ ഓഫ് കാൽസ്യം ക്ലോറൈഡിൽ കാൽസ്യം ഉണ്ട്, ക്ലോറിനുണ്ട്. അപ്പോൾ എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ആറ്റോമിക് മാസും ക്ലോറിൻ്റെ ആറ്റോമിക് മാസും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ മാസ് കിട്ടും. കാൽസ്യത്തിൻ്റെ ഇവിടെ എത്ര കാൽസ്യം ഉണ്ട്? 1 കാൽസ്യം. അപ്പോൾ 1 മോൾ കാൽസ്യം എന്ന് പറയുന്നത് 40.1 ഗ്രാം അല്ലേ? അപ്പോൾ കാൽസ്യത്തിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40.1 ആണ്. അപ്പോൾ 40.1 ഗ്രാം കാൽസ്യം, അതുപോലെ 2 മോൾസ് ഓഫ് ക്ലോറിൻ. എന്താ വെച്ചാൽ ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 മോൾസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലോറിൻ എന്ന് പറയുന്നത് 35.5 ഗ്രാമാണ്. അതുപോലത്തെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 2 മോൾസ് ഓഫ് 30.5 ഗ്രാം. അപ്പോൾ 40, അപ്പോൾ എത്ര വരും? 40 പ്ലസ് 2 ഇൻറ്റു 35.5. അപ്പോൾ 40.1 ഉണ്ട്. 40.1 പ്ലസ് 70. ഇപ്പോൾ നമുക്ക് 111.1 ഗ്രാം പെർ മോൾ. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്, കാൽസ്യം ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 111.1 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 മോൾ ഓഫ് കാൽസ്യം ക്ലോറൈഡ് ഈക്വൽ ടു 111.1 ഗ്രാം കാൽസ്യം ക്ലോറൈഡ് അല്ലേ? നമ്മൾ മോളിനെ ഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇനി വേറൊരു എക്സാമ്പിൾ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ H2O 1 മോൾ ഓഫ് H2O എത്ര ഉണ്ടാവും? ഇതിൽ 2 മോൾസ് ഹൈഡ്രജൻ ഉണ്ട്, 1 മോള് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എത്ര ഉണ്ടായി? 2 ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1, അപ്പോൾ 2 × 1 2. ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16. അപ്പോൾ 16 + 2 18. അപ്പോൾ 18. അപ്പോൾ 1 മോൾ ഓഫ് H2O ഈക്വൽ ടു 18 ഗ്രാം ഓഫ് H2O അല്ലേ? 1 മോൾ ഓഫ് H2O എന്ന് പറയുന്നത് 18 ഗ്രാം ഓഫ് H2O. അപ്പോൾ 18 ഗ്രാം H2O എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര H2O മോളിക്യൂൾ ഉണ്ടാവും? 6.02 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും. പാർട്ടിക്കിൾസ് അല്ല, മോളിക്യൂൾസ്. അപ്പോൾ 1 മോൾ ഓഫ് H2O ഈക്വൽ ടു 18 ഗ്രാം ഓഫ് H2O ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് H2O അല്ലേ? അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം, സെയിം സാധനം തന്നെ. അപ്പോൾ മോളിനെ നമുക്ക് ഗ്രാമാക്കാം, ഗ്രാമിനെ നമുക്ക് അവഗാഡ്രോ നമ്പർ ആക്കാം, ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മോൾ ഓഫ് N2O4 എത്ര ഉണ്ട്? ഇപ്പോൾ നൈട്രജൻ്റെ ആറ്റോമിക് മാസ് നോക്കുക, ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് നോക്കുക. അപ്പോൾ നൈട്രജൻ്റെ ആറ്റോമിക് മാസ് ഇൻറ്റു 2 പ്ലസ് ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് ഇൻറ്റു 4. അപ്പോൾ നിങ്ങൾക്ക് ഈ 92 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 മോൾ ഓഫ് N2O4 എന്ന് പറയുന്നത് 92 ഗ്രാം ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 6.02 ഇൻറ്റു 10⁻23 N2O4 മോളിക്യൂൾസ്. N2O4 മോളിക്യൂൾസ് അത്രയേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ മാസ് കാണുക, ആ കിട്ടുന്ന മോളിക്കുലാർ മാസ് ആയിരിക്കും ആ മോളിക്യൂളിൻ്റെ നമ്പർ. ആ കിട്ടുന്ന മോളിക്കുലാർ മാസ് അത്ര ഗ്രാമാണോ അത്ര ഗ്രാം എടുത്താൽ 1 മോൾ ആ മോളിക്യൂൾ കിട്ടും.
ഇത്രയും സിമ്പിളാണെങ്കിലും എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻസാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ നോക്കൂ, ഹൗ മെനി ആറ്റംസ് ആർ ഇൻ 24 ഗ്രാം കാർബൺ. ഹൗ മെനി ആറ്റംസ്, അതായത് 24 ഗ്രാം കാർബൺ എടുക്കുകയാണെങ്കിൽ എത്ര ആറ്റംസ് അതിലുണ്ടാവും. അപ്പോൾ ഒരു കാര്യമില്ല. നമുക്ക് ഇപ്പോൾ നമ്മൾ പറയാം 10 രൂപക്ക് 10 പേന കിട്ടുകയാണെങ്കിൽ 20 രൂപക്ക് എത്ര പേന കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചാടി പറയും 20 പേന കിട്ടും. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. ഹൗ മെനി ആറ്റംസ് ആർ ദെയർ ഇൻ 24 ഗ്രാം കാർബൺ എന്ന് വെച്ചാൽ എന്താ കാർബൺ. അപ്പോൾ ആദ്യം 24 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ എത്ര മോൾ ഉണ്ട് എന്ന് കാണണം അല്ലേ. എന്താണെന്ന് വെച്ചാൽ ഒരു മോള് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ 24 ഗ്രാമിൽ എത്ര മോളുണ്ടെങ്കിൽ ആ മോളിന് ആറ്റംസിൻ്റെ നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടില്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, നമ്മൾ 24 ഗ്രാം കാർബൺ ഒരു മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഗ്രാം അല്ലേ. അപ്പോൾ 12 ഗ്രാമിൽ എന്തുണ്ട്? 6.02 × 10⁻23 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 24 ഗ്രാമിൽ എത്ര ഉണ്ടാവും? 6.02 × 10⁻23 × 2 അല്ലേ. കാരണം എന്താ, നമുക്ക് 24/12 = 2, അതായത് 2 മോൾസ് ഉണ്ടാവും. 24 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞാൽ 2 മോൾസ് ഓഫ് കാർബൺ ഉണ്ടാവും. 24 ഗ്രാംസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 2 മോൾസ് ഓഫ് കാർബൺ ഉണ്ടാവും. 2 മോൾസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 2 × അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഉണ്ടാവും. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12.04. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ആണെങ്കിൽ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വെയ്റ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. ഇതാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ വെയ്റ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആറ്റംസ് ഉണ്ട് എന്ന് കിട്ടും. അപ്പോൾ ഈ കേസ് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. 24 ഗ്രാം കാർബൺ, അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? ഗിവൺ വെയ്റ്റ് എന്ന് പറയുന്നത് 24 ഗ്രാം ബൈ മോളിക്കുലാർ മാസ്. കാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ മാത്രമായതുകൊണ്ട് കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് 12. അപ്പോൾ 2. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.02. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 മോൾ. അപ്പോൾ 2 മോൾസ് എന്ന് പറഞ്ഞാൽ 2 × അവഗാഡ്രോ നമ്പർ. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ. എ പീസ് ഓഫ് കോപ്പർ കണ്ടെയ്ൻസ് 6.022 × 10⁻24 atoms. How many mole of Cu atoms does it contain? അതായത് ഒരു നമുക്ക് പറയുകയാണ് 6.022 × 10⁻24 ആറ്റംസ് ഉണ്ട് നമ്മൾ കുറച്ച് കോപ്പർ, ഒരു പീസ് ഓഫ് കോപ്പറിൽ. അങ്ങനെയാണെങ്കിൽ അത് എത്ര മോളുണ്ട് അതാണ് ചോദിക്കുന്നത്. അപ്പോൾ 6.022 × 10⁻24 ആറ്റംസ് ഓൾറെഡി പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 × 10⁻23. അങ്ങനെയാണെങ്കിൽ ആറ്റംസ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് നമുക്ക് 6.022 × 10⁻24 ഉണ്ട്. അത്രയും ആറ്റംസ് ആണ് ഉള്ളത്. അതെത്ര മോളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഒരു മോൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6.022 × 10⁻23. അപ്പോൾ ഇതും പോയി കഴിഞ്ഞാൽ 10 കിട്ടും അല്ലേ. ഇത് അറിയാലോ. ഇത് ഇങ്ങോട്ട് പോയാൽ മൈനസ് ചെയ്യുക. അപ്പോൾ 10 മോൾസ്. ഓക്കെ, ജസ്റ്റ് പറയാണ് നമ്മൾ ഒരു 48 ഗ്രാം അല്ലെ. ഓക്കെ, 48 ആപ്പിൾ എന്ന് പറഞ്ഞാൽ 48 ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര ഡസനാണ് അങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക? 48നെ നമ്മൾ ഒരു ഡസൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. അതേ സാധനം 6.02 ഇത്രയും ആറ്റംസ് എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്. അപ്പോൾ ഇത്രയും ആറ്റംസിന് എടുത്തിട്ട് അതിനെ ഒരു മോളിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 റൺസ് എന്ന് പറഞ്ഞാൽ എത്ര സെഞ്ചുറിയാണ്.
അപ്പോൾ എല്ലാവരും അതറിഞ്ഞൂടെ എന്താണ് 1000 റൺസ് പറഞ്ഞാൽ 10 സെഞ്ചുറി. അതുപോലെ ഇത്ര ആറ്റംസ് എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്. അപ്പോൾ ഇത്ര ആറ്റംസിനെ ഒരു മോളിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 മോൾ കിട്ടി. ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 88 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് മോൾസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 കണ്ടുപിടിക്കുക ആദ്യം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഗിവൺ വെയ്റ്റ് ഡിവൈഡ് ബൈ ഇറ്റ്സ് മോളിക്കുലർ വെയ്റ്റ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ വെയ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ കാർബൺ 12, ഓക്സിജൻ 16. അപ്പോൾ ഇവിടെ 12 പ്ലസ് ഡയോക്സൈഡ് 2 ഓക്സിജൻ ഉണ്ട് പ്ലസ് 2 × 16 അല്ലേ. അപ്പോൾ 12 പ്ലസ് 32 ഈക്വൽ ടു 44. അപ്പോൾ ഓക്കെ, നമ്മൾ ഇത് കൺഫ്യൂഷൻ ആവണ്ട. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വെയ്റ്റ് ബൈ മോളിക്കുലർ വെയ്റ്റ് അല്ലേ. ഗിവൺ വെയ്റ്റ് ഇവിടെ 88, മോളിക്കുലർ വെയ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് 44. അപ്പോൾ പിന്നെ എന്തായി 88/44 ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് 2 മോൾസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹൗ മെനി മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 88 gram കാർബൺ ഡൈ ഓക്സൈഡ് ചോദിക്കുമ്പോൾ 2 മോൾസ് എന്ന് എഴുതി വെക്കരുത്. കാരണം എന്താ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിലെ ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 1 മോൾ കാർബൺ ഉണ്ട് അല്ലേ. പിന്നെ 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 2 മോൾ ഓക്സിജനുണ്ട്. അപ്പോൾ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 2 മോൾ ഓക്സിജൻ ഉണ്ട്. നമുക്കിവിടെ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയത്? മോളിൽ 2 മോൾ. അപ്പോൾ എത്ര ഓക്സിജൻ ഉണ്ടാവും? 4 മോൾ ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 88 gram കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 4 മോൾ ഓക്സിജൻ ആറ്റംസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മോൾസിനെ ഗ്രാം ആക്കാനും ഗ്രാംസിനെ മോൾസ് ആക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.